സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം പറഞ്ഞു വെക്കുന്നു, ബി.ഡി. സതീശൻ നിസ്സഹായനാണ്. അദ്ദേഹം നിസ്സഹായനാണ്. ഐക്യ ജനാധിപത്യ മുന്നണി എന്നൊക്കെയാണ് പേര്. ഐക്യം എന്ന് പറഞ്ഞ സാധനം ഇവന്മാരുടെ 4 വീടിന്റെ അപ്പുറത്ത് പോലുമില്ല. ഈ വീട് ഒന്ന് കണ്ടോക്കെ സങ്കടം തോന്നിപ്പോകും. പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ, സുഹൃത്തുക്കളെ, ഈ സംസാരിക്കുന്നത് ഏതെങ്കിലും ലോക്കൽ നേതാവല്ല. ഈ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു ലോക്കൽ കോൺഗ്രസ് നേതാവല്ല. ബി.ഡി. സതീശ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണ്. വളരെയധികം ബഹുമാനത്തോടെ തന്നെ കാണേണ്ട നേതാവാണ്. അദ്ദേഹം വന്ന് നിന്ന് സംസാരിക്കുമ്പോഴാണ് സദസ്സിലും അതിന് പുറത്തും സ്റ്റേജിലും ആടി വീടി ബഹളം. നോക്കൂ, ഒരുമ എന്ന് പറഞ്ഞ പരിപാടി ഇവര് തുടങ്ങിയ അപ്പം മുതൽ, ഈ ജാഥ ഉണ്ടല്ലോ, അത് തുടങ്ങിയ അപ്പം മുതലില്ല. ഒരുമ എന്ന് പറഞ്ഞ പരിപാടി ഇവർക്കില്ല. സുഹൃത്തുക്കളെ, ഇവരാണ് നമ്മളെ ഭരിക്കാൻ, ഇവരെ കയ്യിൽ എന്തൊക്കെയോ സംഗതി ഉണ്ടെന്ന് പറഞ്ഞിറങ്ങി തിരിച്ചിരിക്കുന്നത്. സൂക്ഷിക്കണേ. ഇപ്പോഴേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഖജനാവിൽ 5 പൈസ ഇല്ല എന്നാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോഴേ പറഞ്ഞുതരാം. എങ്ങാനും ഇവന്മാർ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈഫ് മിഷൻ നിർത്തും, ഇവിടെ നടക്കുന്ന റോഡിന്റെ പണികളും മറ്റും നിർത്തും, ഇവിടെ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ മറ്റും നിർത്തും, നമുക്ക് കൃത്യമായിട്ട് റേഷൻ കടയിൽ ഇപ്പൊ അരി കിട്ടുന്നുണ്ട്, അത് നിർത്തും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ ക്ഷേമ പെൻഷനും മറ്റുമായി സ്ത്രീകൾക്ക് ഇപ്പൊ കിട്ടാൻ പോകുന്നുണ്ട് മാസം 1000 രൂപ, അത് നിർത്തും. ഇതൊക്കെ നിർത്താൻ വേണ്ടി ഇവരെന്ത് കാരണം പറയും? ഞങ്ങള് അന്ന് ഇലക്ഷന്റെ അന്ന് തന്നെ പറഞ്ഞില്ലേ 5 പൈസ കേരളത്തിൽ ഇല്ല എന്ന്, അത് മുഴുവൻ LDF മുടിച്ചു കൊണ്ടുപോയില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പട്ടി പെറ്റ് കെടുക്കുകയാണ്, പൂച്ച പെട്ട് കെടുക്കുകയാണ് ഖജനാവിൽ എന്ന് ഇവന്മാര് പറഞ്ഞു കളയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എഴുതി വെച്ചോളെ, ഒരു സംശയവും വേണ്ട. എനിക്ക് തോന്നുന്നത് LDF ആണ് അധികാരത്തിൽ കയറുന്നതെങ്കിൽ ഇപ്പൊ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നോ അത് വീണ്ടും 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 അവർ ചെയ്യും, തുടരും. കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും അത് തുടർന്നു കൊണ്ട് പോകും എന്നുള്ള കാര്യത്തില് ഒരു സംശയവും വേണ്ട. ബാക്കി കാണും. ഞാൻ ഈ വർത്താനൊക്കെ കേട്ടിട്ടുള്ളതേ 1ാം ക്ലാസ്സിൽ എന്നൊക്കെ എൻ്റെ 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ ടീച്ചർമാര് നമ്മളെ ചീത്ത പറയുന്നത് ഒന്നും ഉണ്ടായിരിക്കും. ഒരുത്തരോട് ഇവിടെ പറയുമ്പോൾ മറ്റൊടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഓനൊതുക്കാൻ നടക്കുമ്പോ അപ്പുറത്ത് വേറൊന്ന് പൊട്ടിണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ ടീച്ചർമാര് ചെറിയ പിടുങ്ങ് പിള്ളേരെ ഒതുക്കി നിർത്തുന്ന പോലെ, കുരുത്തം കെട്ട പിള്ളേരെ ഒതുക്കി നിർത്തുന്ന പോലെ, എന്താ പറയാ, നമ്മുടെ പ്രതിപക്ഷത്തിന് അനിഷേധനായ നേതാവ് എന്നൊക്കെ പറയുന്ന ബി.ഡി. സതീശൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒച്ചും ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ഐക്യമാണ് ഇവർക്കുള്ളത്? എന്തിനാണ് ആ ഒരു ഐക്യം എന്നുള്ള പറയുന്ന വാക്കൊക്കെ പോകുമ്പോൾ എന്തിനാണ് ഫ്രണ്ടിൽ കൊണ്ടുപോയി വെക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കിയല്ല, നാടിന്റെ സമ്പദ്ഘടനയാണ് ഒരു നാടിന്റെ നട്ടല്. പറയാൻ അനുവദിക്കണേ. അത് തകർന്നു കിടക്കുകയാണ്, സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുക. നിങ്ങളൊന്ന് സംസാരിക്കാൻ കണ്ടില്ലേ, ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഈ നാടിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുകയാണ്. തോന്നുന്നുണ്ടോ? നിങ്ങൾ കണ്ണു തുറന്ന് നിങ്ങളെ ചുറ്റുമുള്ള സ്കൂളുകളിലേക്കും, നിങ്ങളെ ചുറ്റും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന റോഡുകളിലേക്കും, നിങ്ങളെ ചുറ്റും ഇപ്പോൾ വളരെ ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുന്ന അങ്കണവാടിയിലേക്കും, അവിടുത്തെ ഭക്ഷണത്തിലേക്കും, നമ്മുടെ സ്കൂളുകളിലേക്കും, അവിടെ കൊടുക്കുന്ന ഭക്ഷണത്തിലേക്കും, നമ്മുടെ ആരോഗ്യ രംഗത്തേക്കും ഒക്കെ ചുമ്മാ ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. നിങ്ങളെ നാട്ടിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വയോജന പാർക്കുകളെ കുറിച്ചിട്ട്, വഴിയരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട്, അവിടെയൊക്കെ വൈകുന്നേരം പോയിരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒരിക്കൽ കാട് പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളായി മാറുന്നതിനെ കുറിച്ച് എന്താ ആലോചിക്കാത്തെ? എന്താ ചിന്തിക്കാത്തെ? ഇതൊക്കെ മാറിയത് മെല്ലെയാണെന്ന് വിചാരിച്ചോ? അല്ലെന്നേ, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നമ്മുടെ നാട്ടിൽ വന്ന മാറ്റങ്ങളല്ലായിരുന്നോ അതൊക്കെ? എന്താ ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയാത്തെ?
അപ്പൊ ഇതൊക്കെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ LDF-നൊപ്പം തന്നെ നിൽക്കണമെന്നുള്ളതാണ് ഞാൻ പറയുക കേട്ടോ. ഇനി എല്ലാവരും കൂടിയിട്ട് എന്നെ കമ്മിയാക്കിയിട്ട് എന്ന് കുന്നുകളയണ്ട. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു എന്നുള്ളതാണ്. ഇവന്മാർ വരികയാണെങ്കിൽ മാന്യം വരിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ നടക്കൂല. അയ്യോ കഷ്ടല്ലേ, എന്തൊരു കഷ്ടമാണ് ചോദിക്കും. ജീവനക്കാർക്കും പെൻഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു സ്റ്റേജിൽ ഇവരെ പ്രശ്നം അതാണ് കേട്ടോ. പുറമേ ഉള്ളതിനേക്കാൾ കൂടുതൽ എണ്ണം സ്റ്റേജിൽ ഉണ്ടാവും. അവന്മാർ ഒതുക്കി നിർത്തേണ്ട ഗതികേട് ആ ഒരു സ്റ്റേജിലുള്ള ആളുകളുടെ കൃത്യമായിട്ടുള്ള ആരൊക്കെ അവിടെ ഉണ്ടാവണം, ആരൊക്കെ സംസാരിക്കണം എന്നതുപോലിനെ കുറിച്ചിട്ടൊരു യാതൊരു ധാരണയില്ല. കോൺഗ്രസ്സുകാരുടെ ഏറ്റവും വലിയ വിഷയം ക്യാമറയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവരുടെ ഏറ്റവും വലിയ വിഷയം ക്യാമറയാണ്. അതും എങ്ങനത്തെ ക്യാമറ? നേതാവിൻ്റെ ഒപ്പം തൻ്റെ ഫോട്ടോ കിട്ടുന്ന ക്യാമറ മുമ്പിൽ പോയി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ നേതാവിനെ ഇങ്ങനെ ഒട്ടി നിൽക്കും. എന്നിട്ട് എന്ത് വേണം? ഏതെങ്കിലും നാളെ വരുന്ന പത്രത്തിൽ ആ സ്നാപ്പിൽ തന്റെ ഫോട്ടോ ഒന്ന് വരണം. അതിനുവേണ്ടി ഓരോ പ്രാദേശിക നേതാവും കിണഞ്ഞു പരിശ്രമിക്കും. ആ കിണഞ്ഞു പരിശ്രമിക്കുന്നതിന്റെ തിരക്കാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അല്ല എങ്കിലൊന്ന് പറഞ്ഞു തരാം കേട്ടോ. അധ്യാപകർക്ക് കൂടി കൊടുക്കാനുള്ളത് 1,00,000 കോടി രൂപയാണ്. എന്തായാലും ഇങ്ങനെ പച്ച നുണകൾ ഇയാൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. അതൊക്കെ ഇവിടുത്തെ ആളുകൾ പൊളിച്ചടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒപ്പമുള്ള ഐക്യജനാധിപത്യ മുന്നണിയൊക്കെ പറഞ്ഞുകൂടെ, ഒപ്പമുള്ള ആളുകളുടെ ഈ ഒരു നാച്ചുറിനെ പോലും ഒന്ന് ഒതുക്കി നേരമ്പലാക്കാൻ കഴിയാത്ത ഇദ്ദേഹം എന്ത് ചെയ്യും നമ്മുടെ കേരളത്തിലാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇനിയിപ്പോൾ വല്ല കോൺഗ്രസ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മറുപടി എഴുതിട്ടുണ്ടേ. ബൈ.